വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. ഇന്ന് ഞാൻ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ സമയം എന്ന് പറയുമ്പോൾ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ എന്ന് പറയുമ്പോൾ പുറം രാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പോകുന്ന സമയമാണ്. അവർക്ക് അവിടെ പുതിയ വർഷം തുടങ്ങുന്ന സമയം. ഇപ്പോൾ ഫെബ്രുവരി ഭൂരിഭാഗം കോളേജുകൾ ഒരു മാർച്ച് ഫെബ്രുവരിയിൽ തന്നെ തുറക്കും. അതായത് ഫെബ്രുവരി ഒരു സെക്കൻഡ് വീക്ക് മുതൽ ഒരു മാർച്ച് ഫസ്റ്റ് വീക്ക് വരെയാണ് കുട്ടികൾ കൂടുതലായിട്ട് പുതിയ ഇൻടേക്കിലേക്ക് പോകുന്നത്. പിന്നെ കൂടാതെ വെക്കേഷനിൽ വന്ന കുട്ടികൾ ഇതാ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ പഠിക്കുന്ന കുട്ടികൾ വെക്കേഷന് വന്നതാണെങ്കിൽ. അപ്പോൾ എൻ്റെ മക്കളുടെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, പുറത്ത് പഠിക്കുന്ന കുട്ടികളൊക്കെ. അപ്പോൾ അവരോടൊക്കെ ടിക്കറ്റ് എടുത്ത കാര്യം ചോദിച്ചപ്പോൾ 1,00,000 മുകളിലാണ് എല്ലാവരും ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. 1.5-2 ലക്ഷം. ഇപ്പോൾ ഇന്നലെ പോയ ഒരു കുട്ടി 2 ലക്ഷം രൂപയ്ക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അത് ഖത്തറിൽ ഭയങ്കര ലേ ഓവറും ഒക്കെ ഇരുന്നിട്ടാണ് ആ കുട്ടി പോകുന്നത്. ഇവിടുന്ന് ഖത്തറിൽ പോയി ഖത്തറിൽ നിന്ന് ലേ ഓവർ ഇരുന്ന് അങ്ങനെയൊക്കെ. അതും ലേ ഓവർ എന്ന് പറയുമ്പോൾ 15 മണിക്കൂർ 17 മണിക്കൂർ അങ്ങനെയൊക്കെ. പിന്നെ 2 ലേ ഓവർ ഇരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഡൽഹി വഴി പോയപ്പോഴും ഒരു ലേ ഓവർ എന്ന് പറയുമ്പോൾ മാത്രം 6 hours, പിന്നെ ഒരു ലേ ഓവറും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്നിട്ടും ടിക്കറ്റ് ചാർജ് കൂടുതലും. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഏറ്റവും ഉപകാരപ്രദം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ സർവീസസും പ്രധാനമാണ്. പിന്നെ നമുക്ക് ലഗേജ്, ആദ്യമായിട്ട് പോകുന്ന കുട്ടികൾക്ക് ലഗേജ് വലിയൊരു ബാരിയർ തന്നെയാണ്. കാരണം ഒരു KGക്ക് നമുക്ക് 1,000 rupees എല്ലാം വരും. ഒരു KG തന്നെ നമ്മൾ പേ ചെയ്ത് പോവുകയാണെങ്കിൽ. അപ്പോൾ മാക്സിമം ലഗേജ് കിട്ടുന്ന ഫ്ലൈറ്റും ലേ ഓവർ കുറയുന്ന ഫ്ലൈറ്റും പിന്നെ എമൗണ്ടും നമുക്ക് പ്രധാനം തന്നെയാണല്ലോ. അപ്പോൾ ഇതെല്ലാം ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് അറിയുന്നില്ല എന്ന് നമുക്ക് നേരിട്ടിട്ട് അറിയുന്ന കുറച്ച് കുട്ടികൾ ഇത് അറിയാതെ അവർ മുൻകൂട്ടി ബുക്ക് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് അറിയുന്നില്ല. പിന്നെ ബുക്ക് ചെയ്യാത്ത കുറച്ച് കുട്ടികൾ നമ്മൾ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, അല്ല ഇത് ഈ വഴിയിൽ ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കത് വലിയൊരു ഉപകാരം തന്നെയായി. അപ്പോൾ എല്ലാവരിലേക്കും ഇതൊന്നും കൂടി എത്തിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങോട് കൂടിയിട്ട് തന്നെ നമുക്ക് നോക്കാം, നമ്മൾ വെറുതെ കാര്യങ്ങൾ പറയല്ല. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം തന്നെ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ സിംഗപ്പൂർ എയർലൈൻസ് നമുക്ക് നോക്കാം. ഞാൻ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് റാൻഡംലി ഒരു ഡേറ്റ് പിക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 17th ഫെബ്രുവരി കാണണം. 17th ഫെബ്രുവരി എന്ന് പറയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് 18th 19th 20th ഒന്നും ഫ്ലൈറ്റില്ല കേട്ടോ. 21st ഇല്ല. നമുക്ക് 17th പിന്നെ 22nd 23rd ഈ ഡേറ്റിനൊക്കെയാണ് ടിക്കറ്റ് ഫ്ലൈറ്റ് ഉള്ളത്. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ 17th ചൂസ് ചെയ്യാം, അല്ല 20th നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. കാരണം 2 എയർലൈൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കമ്പാരിസൺ അല്ല കേട്ടോ, 2 എയർലൈൻസിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നു. നമ്മൾ സിംഗപ്പൂർ എയർലൈൻസിൽ ഇപ്പോൾ 17ാം തീയതി 22ാം തീയതിയും കാണുന്നുണ്ടല്ലോ. അതിൻ്റെ എമൗണ്ട് സ്ക്രീൻ റെക്കോർഡിങ്ങിൽ നിങ്ങൾ നോക്കൂ. ഇപ്പം നിയറസ്റ്റ് ഡേറ്റ് ആയിട്ടും എമൗണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി എന്ന് പറയുമ്പോൾ സിംഗപ്പൂർ എയർലൈൻസിൽ ക്രിസ് ഫ്ലയർ എന്നുള്ള അതിലാണ് കിട്ടുക. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നേ വീഡിയോ ചെയ്തതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ 40 കിലോ ലഗേജ് പ്ലസ് 7 ബാഗേജാണ് കിട്ടുക. പിന്നെ സിംഗപ്പൂർ എയർലൈൻസിൽ അത്ര ലഗേജ് ഇല്ല, സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി എടുക്കുമ്പോഴേ കിട്ടുള്ളൂ. ക്രിസ് ഫ്ലയർ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മലേഷ്യൻ എയർലൈൻസ് നോക്കാം. അതിൻ്റെ നമ്മൾ പേജ് തുറക്കുകയാണ് മലേഷ്യൻ എയർലൈൻസിൻ്റെ. അപ്പോൾ അത് തുറക്കുമ്പോൾ നമുക്കൊരു ഇതുപോലെ തന്നെ കൊച്ചി ടു നമ്മൾ നോക്കുന്ന ഒരു സിറ്റി നമ്മൾ സെലക്ട് ചെയ്യണം. മെൽബൺ എന്നുള്ളൊരു സിറ്റി ഓസ്ട്രേലിയ സിറ്റി സെലക്ട് ചെയ്യണം. അതിൽ നമ്മൾ ഡേറ്റ് 1 way ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ആ ഡേറ്റ് നമുക്ക് 20ാം തീയതി സെലക്ട് ചെയ്യുന്നു കേട്ടോ. മുന്നത്തേൽ 20ാം തീയതി ഇല്ലാത്തതുകൊണ്ടാണ് 2 ഒരേ ഡേറ്റ് കാണിക്കാതിരുന്നതെന്നുള്ള മനസ്സിലായല്ലോ, നമ്മൾ സ്ക്രീനിൽ കണ്ടുമല്ലോ. അപ്പോൾ പേജ് ഓപ്പൺ ആവണു. അപ്പം മലേഷ്യൻ എയർലൈൻസിൽ നമ്മൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ എടുക്കേണ്ടത് MH എക്സ്പ്ലോറർ എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും ഞാൻ അത് മുന്നേ ചെയ്ത ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ലേ ഓവർ ടൈം നോക്കൂ. കൊച്ചിയിൽ നിന്ന് 12:35 ആയിരിക്കും. രാത്രി 12:35. അതിൽ ഒരു സ്റ്റോപ്പേ ഉള്ളൂ. അതിന് 14 മണിക്കൂർ 40 മിനിറ്റ് ഫ്ലൈറ്റാണ്. അത് എമൗണ്ട് കണ്ടില്ലേ, 70,930 രൂപ. സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് 51,610 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് അത്രയും ഒരു വ്യത്യാസം വന്നു.
പിന്നെ കൂടാതെ 51,610 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് 20 kg ആണ് ചെക്കിൻ ബാഗേജും ക്യാബിൻ ബാഗേജ് 7 kg ആണ്. അപ്പോൾ നമുക്കത് പോരാ സ്വാഭാവികമായിട്ട്. അപ്പോൾ നിങ്ങൾ 693 രൂപ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ 30 kg ബാഗേജും ചെക്കിൻ ബാഗേജും ക്യാബിൻ ബാഗേജ് 7 kg ആയിട്ട് നിങ്ങൾക്ക് അതിനെ അപ്ഗ്രേഡ് ചെയ്യാം. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അതല്ല. അപ്പോൾ ഇപ്പോഴും നോർമൽ ഒരു റേഞ്ച് എത്തുന്നുള്ളൂ. നിങ്ങൾക്ക് കുറേ ലഗേജ് ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പോൾ ആ സമയത്ത് 3,560 രൂപ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് 45 കിലോ ചെക്കിൻ ബാഗേജും 7 kg ക്യാബിൻ ബാഗേജും ലഭ്യമാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് യൂസ്ഫുള്ളാണ്. ആദ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് സാധനങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകാനുണ്ടായിരിക്കും. പിന്നെ 30% ആണ് മലേഷ്യൻ എയർലൈൻസിൽ MH എക്സ്പ്ലോറർ വഴിയാകുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ടായിട്ട് ലഭിക്കുന്നത് കേട്ടോ. അതൊരിക്കലും ഒരാളും ഉപയോഗപ്പെടുത്താതിരിക്കരുതെന്നാണ് ഞാൻ കുട്ടികളോട് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഡീറ്റെയിൽഡായിട്ട് മുന്നത്തെ വീഡിയോ നോക്കിയിട്ട് എല്ലാവരും ഈ ഒരു എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജാണത്, സ്റ്റുഡൻസിന് കിട്ടുന്നൊരു പ്രിവിലേജാണ്, അത് ഉപയോഗപ്പെടുത്തുക. പിന്നെ ഇത് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ആയിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ കൊണ്ടുവന്നത് കുട്ടികൾ 1 ലക്ഷം 2 ലക്ഷം ഇതിനൊക്കെ ബുക്ക് ചെയ്ത് കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, അതും ലേ ഓവർ കൂടുതലും കൂടി ആകുമ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഡെസ്റ്റിനേഷനിലെത്തി എന്ന് പറഞ്ഞാലാണ് നമുക്ക് വീട്ടിലിരിക്കുന്ന പാരൻസിനാണെങ്കിലും ഒരു സമാധാനം. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.